ദേവികയെ ഒന്ന് കാണണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാ സിദ്ധു ദേവികയോട് മാത്രം താൻ എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞത്. അതെ, സിദ്ധുവിന്റെ മനസ്സൊന്ന് തണുക്കാൻ ഇപ്പൊ ആവശ്യം ദേവികയുടെ സാന്നിധ്യ. അതെ, ദേവിക ഒന്ന് കണ്ടാൽ മതിയാവും. സിദ്ധുവിന്റെ ഹൃദയത്തിന്റെ താളം നേരെയാവും. സർ, എന്നാലും ഞാൻ... പ്ലീസ് ദേവിക, ഞാനല്ലേ പറയുന്നത്. കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്ക്. മരുന്നുകളുടെ പിൻബലമില്ലാതെ സിദ്ധുവിന് ഒരുപാട് ദിവസം ഹെൽത്തിയായി മുമ്പോട്ട് പോകാനാവില്ല. ബോഡി വൈറ്റൽസ് എല്ലാം താളം തെറ്റും, തകിടം മറിയും. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ സിദ്ധുവിനിപ്പോൾ ആവശ്യം ഡോക്ടറുടെ സാമീപ്യമോ സാന്നിധ്യമോ അല്ല, താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമായി അല്പനേരം സംസാരിക്കുക എന്നുള്ളതാ. സർ, പക്ഷെ ഞാൻ പോയാൽ തന്നെ അത് വീട്ടിലൊക്കെ അറിഞ്ഞു. വീട്ടിൽ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ദേവിക സുധിയുടെ അച്ഛനോട് മാത്രം പറയുന്നതാവും നല്ലത്. അക്ഷര പറഞ്ഞാണ് ശരി. ദേവിക പറഞ്ഞുള്ള അറിവ് വെച്ച് സുധിയുടെ അച്ഛൻ മാത്രമാണ് ഇപ്പൊ ദേവികയുടെ പക്ഷത്തുള്ളത്. അതുകൊണ്ട് തന്നെ സിദ്ധു എവിടെയാണെന്നുള്ളത് വേറെ ആരും അറിയരുത്. ലക്ഷണമൊത്തൊരു ചെകുത്താൻ വീട്ടിലുണ്ടല്ലോ, ശരത്ത്. സിദ്ധു എവിടെയെന്ന് അവൻ അറിഞ്ഞാൽ അത് സിദ്ധുവിന് ദോഷം ചെയ്യും. അതെ, ദേവിക കൂടുതലൊന്നും ചിന്തിക്കണ്ട. ദേവികയുടെ സുധിയേട്ടന്റെ ഹൃദയത്തിന് വേണ്ടി ഒരു ത്യാഗം കൂടി, അത്രമാത്രം ചിന്തിച്ചാ മതി. സിദ്ധുവിന്റെ മരുന്നുകളാ. കഴിഞ്ഞ ദിവസം സിദ്ധുവിന്റെ അച്ഛൻ എത്തിച്ചതാ.